ലോകകപ്പ് ഫുട്ബോളിനിടെ അമേരിക്കൻ താരത്തിന് ഫിഫ അന്യായമായി ഒരു ഇളവ് നൽകിയതിനെതിരെ വലിയ പ്രതിഷേധം നടക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ഇക്വഡോറിനെതിരായ മത്സരത്തിനിടെയാണ് ഫ്ലറിൻ ബലോഗൻ എന്ന അമേരിക്കയുടെ സൂപ്പർ താരത്തിന് ചുവപ്പ് കാർഡ് കിട്ടിയത്. ബോസ്നിയക്കെതിരെ യെസ്. അപ്പോൾ ചുവപ്പ് കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത മത്സരത്തിൽ കളിക്കാൻ പാടില്ല എന്നതാണ് ഫിഫയുടെ തന്നെ ചട്ടം. പക്ഷേ ബലോഗന് മാത്രം ഇതിലൊരു ഇളവ് നൽകിയിരിക്കുകയാണ്. അത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ കൂടി ആവശ്യം പരിഗണിച്ചാണ് ഫിഫ അതിനകത്തൊരു ഇടപെടൽ നടത്തുകയും ഇങ്ങനെ അന്യായമായൊരു ഇളവ് നൽകുകയും ചെയ്തത് എന്നതാണ് ഉയരുന്ന വിമർശനം. എന്തായാലും ബെൽജിയം ഇതിനെതിരെ ഫിഫയ്ക്ക് തന്നെ പരാതി നൽകിയിട്ടുണ്ട്. അപ്പീൽ ഫിഫ സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് അടിയന്തരമായി തന്നെ ഫിഫയുടെ അച്ചടക്ക സമിതി അത് പരിഗണിക്കുകയാണ്. അപ്പോൾ ഫിഫ അതിനകത്ത് എന്ത് നിലപാട് സ്വീകരിക്കും? അങ്ങനെ സ്വീകരിച്ചാൽ തന്നെ അത് ഇപ്പോൾ ബലോഗന് കളിക്കാനുള്ള അനുമതി കൊടുക്കുകയാണെങ്കിൽ വീണ്ടും അത് വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കാനിടയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയ ഇടപെടലൊക്കെ ഫിഫയുടെ കാര്യത്തിലും ലോകകപ്പിലൊക്കെ നടക്കാൻ സാധ്യതയുണ്ടോ എന്നത് കൂടി സംസാരിക്കുകയാണ്. അജിംസ് എന്ത് തോന്നുന്നു? ഈ ചുവപ്പ് കാർഡ് കണ്ട് കളിയിൽ നിന്ന് മാറിയിരിക്കേണ്ടി വരുന്ന താരങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് റൊണാൾഡോയ്ക്ക് ഒരു ക്വാളിഫയിങ് മത്സരത്തിൽ ചുവപ്പ് കാർഡ് കിട്ടിയിരുന്നു. പക്ഷേ ഫിഫ തന്നെ അത് എന്ത് ചെയ്തു? ഇളവ് ചെയ്ത് കൊടുത്തു വേൾഡ് കപ്പ് കളിക്കാൻ വേണ്ടി. ക്വാളിഫിക്കേഷൻ അതായത് ഫിഫയുടെ നിയമാവലിയിലെ ആർട്ടിക്കിൾ 27 പറയുന്നത് അങ്ങനെയുള്ള അച്ചടക്ക നടപടികളെ റിവ്യൂ ചെയ്യാൻ ഫിഫയ്ക്ക് അധികാരമുണ്ടെന്നാണ്. ഓക്കെ, ഫിഫയ്ക്ക് അത് ചെയ്യാം. ഫിഫയാണല്ലോ എല്ലാം നിയന്ത്രിക്കുന്നത്, നിയമം ഉണ്ടാക്കുന്നതൊക്കെ അവരാണ്, ശരി. പക്ഷേ ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ഫിഫ പ്രസിഡന്റിനെ വിളിച്ചിട്ട് പറയുകയാണ് ഞങ്ങളുടെ കളിക്കാരൻ്റെ സസ്പെൻഷൻ പിൻവലിക്കണമെന്ന് പറയുകയാണ്. അതൊരു പ്രസിഡന്റ് സെറ്റ് ചെയ്യല്ലേ ശരിക്കും. അപ്പോൾ നാളെ പറയുകയാണ്, നാളെ എർദോഗാൻ പറയുകയാണ് ഫിഫയെ വിളിച്ചിട്ട് ഞങ്ങളുടെ മറ്റേ കളിക്കാരൻ്റെ സ്ഥാനം മാറ്റണം. മോദിജി വിളിച്ചിട്ട് പറയുമ്പോൾ, മോദിജിക്ക് വിളിക്കേണ്ട ആവശ്യം വരില്ലായിരിക്കാം, മോദിജി വിളിച്ചിട്ട് പറയുകയാണ് നമ്മുടെ കളിക്കാരൻ്റെ മറ്റേ ഇതൊരു ബാഡ് പ്രസിഡൻ്റാണ്. രാജ്യത്തിൻ്റെ തലവൻ വിളിച്ചിട്ട് ഞങ്ങളുടെ കളിക്കാരെ എന്താണോ ഇത് മാറ്റണമെന്ന് പറയുന്നത്. മുമ്പും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഫിഫ സ്വയം തന്നെ അത് റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഫിഫ തന്നെ സ്വയം റിവ്യൂ ചെയ്ത് തിരുത്തലുകൾ വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ ഇപ്പോൾ ഈ സാധനമുണ്ടല്ലോ, എന്തായാലും പറയാം, VAR വന്നതോടെയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ മുമ്പൊക്കെ ഇപ്പോൾ ഒരു ക്ലാഷൊക്കെ രണ്ട് കളിക്കാരും ക്ലാഷ് ഉണ്ടാവും, അവർ വീഴും എഴുന്നേറ്റ് പോകും. നെയ്മർ മാത്രമാണ് കുറച്ചൊക്കെ ഡ്രാമയെ കാണിക്കുക. ഈ VARൻ്റെ ഒരു പ്രശ്നം, VAR സ്ലോ മോഷൻ സേവ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. സ്ലോ മോഷൻ കാണിക്കുമ്പോൾ ഭയങ്കര ഭീകരമായിട്ട് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ആക്ച്വലി ഈ ബലോഗൻ ചെയ്തെന്താണ്, ഈ ബോസ്നിയൻ താരം, അദ്ദേഹത്തിൻ്റെ പേരെന്താണ്, താരിഖ് മുഹറമോവിച്ച്, അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ ഇവിടെ ചവിട്ടി എന്നുള്ളതാണ്, ഈ ആംഗിളിൽ ചവിട്ടി എന്നുള്ളതാണ്. സത്യത്തിൽ അതൊരു വളരെ കാഷ്വലായിട്ടുള്ളൊരു ചവിട്ടലാണ്. പക്ഷേ അത് VAR കണ്ടു കഴിയുമ്പോൾ നമുക്ക് വളരെ ഭീകരമായി തോന്നും. എൻ്റെ ഈ പുല്ലുവാരി എന്ന് പറയും, പുല്ലുവാരിക്ക് ചവിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ഭീകരമായൊരു ഫോളോ ആയിട്ട് തോന്നും. യഥാർത്ഥത്തിൽ VAR വന്നതിന് ശേഷം ഉണ്ടായ പ്രശ്നമാണ് അത്. അപ്പോൾ അതിൽ റെഡ് കാർഡ് കാട്ടേണ്ട കാര്യമുണ്ടോ ഈ ബലോഗൻ എന്നുള്ളത് ചോദ്യമാണ്. കാരണം അത് സാധാരണ രീതിയിൽ ഉണ്ടാകുന്ന ഒരു ക്ലാഷ് ആയിട്ടാണ് നമുക്ക് ഒരു സ്പീഡിൽ പോകുമ്പോൾ, കാരണം റഫറി അടുത്തുണ്ടായിട്ട് അത് കണ്ടിട്ട് പോലില്ല റഫറി. പിന്നീട് അപ്പീൽ ചെയ്ത് VARലേക്ക് വിടുകയാണ് ചെയ്തത്. അത്രമാത്രം ശ്രദ്ധിക്കപ്പെടാത്തൊരു ഇൻസിഡൻ്റ് ആയിരുന്നു അത്. അപ്പോൾ അത് റിവ്യൂ ചെയ്യാൻ ട്രംപ് ആവശ്യപ്പെടുക. ഇപ്പോൾ ട്രംപിൻ്റെ ഒരു സ്വഭാവം നമുക്കറിയാമല്ലോ, അത് എന്ത് കിട്ടിയാലും അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. ഈ വേൾഡ് കപ്പിൽ നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നതാണ് എല്ലാ ഗാലറിയുടെ ഫ്രണ്ടിലും ട്രംപ് ജി ഉണ്ടാവുന്നല്ലേ. പക്ഷെ അദ്ദേഹം അങ്ങനെ വന്നിട്ടില്ല. കാരണം അവിടെ 250 വാർഷികാഘോഷം നടക്കുകയാണ് അമേരിക്കയിൽ, 250 വാർഷികം നടക്കുകയാണ്. അപ്പോൾ മൂപ്പർ അതിൽ ശ്രദ്ധാലുവായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞു, ഇനി ഫുട്ബോളിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഒരു ഗാലറിയിൽ വന്നിരുന്നൊരു പ്രസിഡന്റ് ഗാലറിയിൽ വന്നിരുന്ന് സ്വന്തം ടീമിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന തെറ്റൊന്നുമില്ല. മുമ്പ് ക്രൊയേഷ്യയുടെ ഒരു വനിതാ പ്രസിഡന്റ് ഉണ്ടായിരുന്നല്ലോ, കഴിഞ്ഞ വേൾഡ് കപ്പിൽ അവർ വന്നു, ക്രൊയേഷ്യയുടെ പ്രസിഡന്റ്. അപ്പോൾ ഇദ്ദേഹം അങ്ങനെ എന്താണ് വിസിബിൾ അല്ല, പക്ഷെ പുള്ളി അത് ഏത് വിധേനയും അതിനെ രാഷ്ട്രീയമായി മുതലെടുക്കാൻ നോക്കും. അപ്പോൾ അമേരിക്ക ജയിച്ചാൽ പറയും അത് അമേരിക്കയുടെ ജയം, മേക്കിംഗ് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം മുദ്രാവാക്യം വിളിക്കും. ഈ മറ്റേ വെള്ളിമൂങ്ങ സിനിമയിൽ ബിജുവിനെ പറയും പോലെ മരണം വെട്ടി ചെന്ന പെട്ടി കയറി കിടക്കുന്ന ആളാണ് ട്രംപ്. അപ്പോൾ അതങ്ങനെ ഉപയോഗപ്പെടുത്തും, ഈ വേൾഡ് കപ്പിന് അങ്ങനെ ഉപയോഗപ്പെടുത്തും. പക്ഷേ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ ഇൻഫൻറ്റിനോ വന്നതിന് ശേഷം ഉണ്ടാകുന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇപ്പോൾ ഗസയിലെ മറ്റേ പീസ് ബോർഡ് ഉണ്ടല്ലോ, പീസ് ബോർഡ് യോഗം, ആ യോഗത്തിൽ ഇൻഫൻറ്റിനോ പങ്കെടുത്തിരുന്നു. ഫിഫയ്ക്ക് എന്താണ് ഗസ പുനർനിർമ്മാണത്തിൽ അയാൾ അതിൽ പങ്കെടുത്തു. ട്രംപിൻ്റെ വളരെ അടുത്ത് ട്രംപിന് പീസ് അവാർഡ് കൊടുത്തു കഴിഞ്ഞ ഡിസംബറിൽ, സമാധാന അവാർഡ്. അതിന് നോബൽ കിട്ടിയില്ല, അതിനൊരു കൺസോളേഷൻ പ്രൈസായിട്ട് ഫിഫയുടെ വക സമാധാന അവാർഡ് കൊടുത്തു. ഇപ്പോൾ റെഡ് കാർഡ് പിൻവലിക്കുന്നു. ഫിഫ സ്വയം ചിന്തിക്കേണ്ടതാണ്, ഇതൊരു സ്പോർട്സ് ബോഡിയാണ്, ലോകത്തെ ഏറ്റവും വലിയ ഇവൻ്റ് നടത്തുന്ന ഒരു സംഘടനയാണ്, ഏറ്റവും കൂടുതൽ ആൾ കാണുന്ന ഇവൻ്റ് നടത്തുന്ന സംഘടനയാണ്. അതിൻ്റെ ഇൻറ്റഗ്രിറ്റി കളയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ട്രംപ് തുടക്കം കുറിച്ചു, നാളെ ആരൊക്കെ ഈ ആവശ്യമായിട്ട് ഫിഫയെ വിളിക്കുമെന്ന് നമുക്ക് നോക്കിയിരിക്കും.
സാഹിബ് ഇതിപ്പോൾ ട്രംപിനെ പേടിച്ചിട്ട് വഴങ്ങുമായിരിക്കും, അതോ നാട്ടിൽ അമേരിക്കയിലാണല്ലോ കളി നടക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് വഴങ്ങി കൊടുക്കുകയാണോ, അതോ ഇൻഫാൻറ്റിനോയുടെ ഒരു പ്രകൃതമായിട്ട് കാണണോ? ട്രംപിനെ പേടിച്ചതിനേക്കാൾ ഒരു പക്ഷേ ഈ അമിതമായ വിധേയത്വം കാണിക്കുക എന്നുള്ളതായിരിക്കും. അതിപ്പോൾ ജെയിംസ് പറഞ്ഞ ഇദ്ദേഹം നേരത്തെ ഇങ്ങനെ ഇദ്ദേഹത്തിൻ്റെ പല ജസ്റ്റേഴ്സും അങ്ങനെ തന്നെയാണല്ലോ. ഫിഫ വേൾഡ് പീസ് പ്രൈസ് എന്ന് പറഞ്ഞിട്ട് ഇതുവരെ കേൾക്കാത്തൊരു സാധനം ഉണ്ടാക്കിയിട്ട് ഇദ്ദേഹത്തിന് കൊണ്ടുകൊടുക്കുക, അതൊന്ന്. പിന്നെ ഫിഫ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഫിഫ വേൾഡ് കപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഫിഫയാണ് ഇത് നടത്തുന്നത്. ഫിഫ അതിൻ്റെ നിയമാവലികളും അതിൻ്റെ മറ്റു കാര്യം അതിൻ്റെ എന്താ പറയുക അതിൻ്റെ സോഫ്റ്റ്വെയർ മാത്രമാണ്. അതിൻ്റെ ഹാർഡ്വെയർ അതാത് രാജ്യങ്ങളല്ലേ, അതാത് സ്റ്റേഡിയം ഉണ്ടാക്കുകയാണെങ്കിലും അവിടുത്തെ സീറ്റ് അറേഞ്ച്മെൻറ്റ്സ് ആണെങ്കിലും. പക്ഷേ എന്താണ് ഫിഫയുടെ ബൈലോ അനുസരിച്ചായിരിക്കണം ഫിഫയുടെ എല്ലാറ്റിനും ഫിഫയ്ക്ക് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. എല്ലാ കാര്യങ്ങൾക്കും ഈവൻ അവിടെ സപ്ലൈ ചെയ്യുന്ന ഫുഡിൻ്റെ കാര്യത്തിൽ വരെ ഫിഫ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യുക, അത് ഉറപ്പ് വരുത്തുക, ഇതാണ് ഫിഫ ചെയ്യേണ്ടത്. അവർക്ക് ഈ റേസിസവുമായി ബന്ധപ്പെട്ടുള്ള സെറ്റ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, നിയമാവലികളും പ്രോട്ടോക്കോൾസൊക്കെ ഉണ്ട്. അതെല്ലാം ഈവൻ ഒരു കളിക്കാരൻ ധരിക്കുന്ന വസ്ത്രം, ആ വസ്ത്രത്തിൽ എന്തെല്ലാം ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യത്തിൽ പോലും വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ബൈലോസ് അവർക്കുണ്ട്. പക്ഷെ അങ്ങനെ ഉണ്ടായിരിക്കെ ഫിഫ അക്രഡിറ്റഡ് ആയിട്ടുള്ള ഒരു റഫറിക്ക് അവിടെ വന്നിട്ട് റഫർ ചെയ്യാൻ പറ്റുന്നില്ല, ഈ പണി ചെയ്യാൻ പറ്റാതെ തിരിച്ചു പോയില്ലേ, ഇറങ്ങാൻ പറ്റാതെ ഇല്ലേ. ഫിഫ എന്ത് ചെയ്തു? ഒരക്ഷരം വേണ്ടിയോ? ഞങ്ങൾ അക്രഡിറ്റ് ചെയ്തൊരു റഫറിയാണത്, ഞങ്ങളുടെ ടൂർണമെൻറ്റാണിത്, ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെയാണ് ഇന്ന് കളിക്കാരൻ വരണ്ട എന്നിട്ട് പറയാൻ പറ്റില്ലേ? ഇങ്ങനെയൊക്കെ ചെയ്തു തുടങ്ങിയാൽ എന്തായിരിക്കും സ്ഥിതി? പിന്നെ ഇറാൻ ടീമിനുണ്ടായിട്ടുള്ള അവർ വന്ന് കളിച്ചു പോയി. ആ ഇറാൻ ടീമിൻ്റെ ക്യാപ്റ്റൻ പറഞ്ഞ കാര്യമുണ്ട്, ഇത്രയും മോശം വേൾഡ് കപ്പ് ഇതുവരെ കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. ഇത്രയും മോശം അനുഭവം ഒരു ടൂർണമെൻറ്റ് എനിക്കുണ്ടായിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർ താമസിക്കാൻ അപ്പുറത്തേക്ക് പോകേണ്ടി വന്നു, മെക്സിക്കോയിലേക്ക് പോകേണ്ടി വന്നു. അപ്പോൾ ഫിഫ എന്ന് പറയുന്നത് ഒരു ഇൻ്റർനാഷണൽ ബോഡിയാണ്. അത് അത് വളരെ ഉയർന്ന സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു സംവിധാനമാണ്. അതിൻ്റെ ഒരു പ്രശസ്തിയും അതിൻ്റെ ഒരു ഡിഗ്നിറ്റി അതിനുണ്ടായിരുന്നു. ആ ഡിഗ്നിറ്റി കളഞ്ഞു കുളിച്ചൊരു ടൂർണമെൻറ്റാണ് ഇത്തവണത്. പിന്നെ ഈ പറയുന്ന ഒരു സ്റ്റാൻഡേർഡ്സും അവിടെ നടപ്പിലാക്കാൻ അവർക്ക് പറ്റുന്നില്ല. അവരുടെ നിയമാവലികൾ ട്രംപ് എന്താണോ പറയുന്നത്, അവിടുത്തെ ഭരണകൂടത്തിൻ്റെ ഇംഗിതത്തിനനുസരിച്ച് കളി നടത്തി കൊടുക്കുന്ന ഒരു ഏജൻസിയായിട്ട് ഫിഫ മാറുന്ന അങ്ങേയറ്റം മോശമായിട്ടുള്ള ഒരവസ്ഥയാണ് ഉണ്ടായത്. അതിൽ എന്താണ് ഏറ്റവും ചീപ്പായിട്ടുള്ള ഒരു ചാപ്റ്റർ എന്നുള്ളതാണ് ഈ സംഗതി. ഓക്കെ, ഒരാൾക്ക് റെഡ് കാർഡ് കൊടുത്തു, അത് റിവ്യൂ ചെയ്യാനുള്ള ഫിഫയുടെ അവകാശം അവർക്ക് ഉപയോഗിക്കാം. പക്ഷേ അത് രാഷ്ട്രത്തിൻ്റെ പ്രസിഡൻറ്റ് വിളിച്ച് പറയുകയാണ്. ഓക്കെ, അമേരിക്കൻ ഫുട്ബോൾ അസോസിയേഷൻ അപ്പീൽ കൊടുക്കുകയാണെന്ന് വിചാരിക്കുക, അല്ല ഈ പറയുന്ന ബെലാഖോൺ എന്ന് പറഞ്ഞാൽ പ്ലെയർ ഇൻഡിവിജ്വൽ ഒരു അപ്പീൽ കൊടുക്കുകയാണ്, അത് ഫിഫ റിവ്യൂ ചെയ്യുകയാണ് എന്ന് വിചാരിക്കുക. അതൊക്കെ മനസ്സിലാക്കാവുന്നതാണ്. ഇത് അവിടുത്തെ പൊളിറ്റിക്കൽ ഹെഡ് രാഷ്ട്രത്തലവൻ വിളിച്ചിട്ട് അതൊന്ന് മാറ്റി കൊടുക്കട്ടോ എന്ന് പറയുമ്പോൾ ആയിക്കോട്ടെ എന്ന് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഇത്? 257 മറ്റോ റെഡ് കാർഡല്ലേ മൊത്തം ലോകകപ്പിൽ 177 റെഡ് കാർഡ് വേൾഡ് കപ്പ് ചരിത്രത്തിൽ ഉണ്ടായിട്ട് ഒരു തവണ മാത്രമാണ് മാറ്റിയത് ഗെറിഞ്ചയുടെ കാര്യത്തിൽ 62. അത് അന്ന് ഈ പറയുന്ന മാതിരി എന്താണ് ടെലിവൈസ്ഡ് അല്ല, ഇത്ര സൂക്ഷ്മമായിട്ടുള്ള അന്നത്തെ റഫറിയുടെ ജഡ്ജ്മെൻറ്റിൽ പിഴവുണ്ടായി എന്നുള്ള കണ്ടെത്തലിനെ തുടർന്നാണ്. പിന്നെ ഇത് വന്നതിന് ശേഷം ഓഫ് കോഴ്സ് അജിംസ് പറഞ്ഞാൽ ഞാനും ആ ദൃശ്യം കണ്ടു, ഈ താരിഖ് മഹ്റമാവിഷിനെ ഫൗൾ ചെയ്യുന്നത് അതൊരു ബോധപൂർവമായ ഫൗളിംഗ് ആണെന്ന് രണ്ടും വ്യാഖ്യാനിക്കാം. പക്ഷേ 189 അത് ഈ താരിഖിനെ ഫൗൾ ചെയ്തത് അത്ര സിവിയറാണെന്ന് തോന്നില്ല. അങ്ങനെ കണ്ടിട്ട് അങ്ങനെ തോന്നില്ല. ഒരു യെല്ലോ കാർഡൊക്കെ വേണമെങ്കിൽ ഡിസേർവ് ചെയ്യാമെന്ന് പറയാം. പക്ഷേ റെഡ് കാർഡ് കൊടുത്തു കഴിഞ്ഞു. റഫറിയുടെ തീരുമാനം ഫൈനൽ എന്നുള്ളതാണല്ലോ. അപ്പോൾ എന്താണ്, റെഡ് കാർഡ് കണ്ടു കഴിഞ്ഞാൽ അടുത്ത മാച്ചിൽ കളിക്കരുത്, ഇതാണ് സെറ്റ് റൂൾ, അതനുസരിച്ച് പോകുക എന്നുള്ളതല്ലേ മാന്യത. പക്ഷെ അങ്ങനെയല്ല. ഈ വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ ഡിഫറൻ്റ് ആയൊരു വേൾഡ് കപ്പാണ്. അത് നിയന്ത്രിക്കുന്നത് ഫിഫയല്ല, ഫിഫയുടെ സ്റ്റാൻഡേർഡ്സോ റൂൾസോ അല്ല, അണ്ണൻ്റെ ഇംഗിതങ്ങളാണ് എന്ന് വീണ്ടും തെളിയിക്കപ്പെടുകയാണ്. യെസ്. അപ്പോൾ ഈ നടപടിക്കെതിരെ ബെൽജിയം ഫിഫയുടെ അച്ചടക്ക സമിതിക്ക് തന്നെ പരാതി നൽകിയിട്ടുണ്ട്. അത് ഇന്ന് രാത്രി അടിയന്തരമായി പരിഗണിക്കാൻ പോകുന്നു. അതോ ഇനി വീണ്ടും ബലോഗനെ കളിക്കാൻ സമ്മതിച്ചാൽ ബെൽജിയത്തിന് വീണ്ടും അന്താരാഷ്ട്ര കായിക നീതിന്യായ കോടതിയിൽ അപ്പീൽ നൽകാം. പക്ഷേ അതിനൊക്കെ സമയമെടുക്കും, കാരണം നാളെ കളി നടക്കാൻ പോവുകയാണ്. കളിയിൽ ബലോഗൻ ഇറങ്ങുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ ഇറങ്ങിയാൽ അത് വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കും. പിന്നെ ഫിഫ എന്ത് വിശദീകരണം ഇതിന് നൽകുമെന്ന് കാത്തിരുന്നു കാണാം.